ഹലോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഇന്നത്തെ റെസിപ്പി വളരെ സ്പെഷ്യലാട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷനൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ഏറ്റവും അവിടുത്തെ അമ്മ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളിലും ഏറ്റവും ഇഷ്ടം ഈ ചിക്കൻ ഇങ്ങനെ പെരട്ട് അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ ഇപ്പോൾ അമ്മ എന്തായാലും ഇവിടെയുണ്ട്. അപ്പോൾ അമ്മയുടെ ഗൈഡൻസിൽ തന്നെ ഈ ഒരു റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ചിക്കൻ റോസ്റ്റ് അല്ലെങ്കിൽ ഈ ചിക്കൻ പെരട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് ആവശ്യമായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, അല്ലെങ്കിൽ എരിവ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1.5 ടീസ്പൂൺ ചുമന്ന മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും, അതുപോലെ തന്നെ 2 ടീസ്പൂൺ വിനാഗിരിയും കൂടി മിക്സ് ചെയ്തിട്ട് ഇതൊരു അരമണിക്കൂർ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് മാരിനേഷൻ വയ്ക്കാം. ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഒരു അരമണിക്കൂർ മിനിമം മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം പാൻ ചൂടായി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഒരു 5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഓരോ പീസസ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ആയിട്ട് എടുക്കാം. നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ആകേണ്ട ആവശ്യമില്ല. എന്നാൽ ചിക്കൻ വേവും വേണം. ഒരു ഷാലോ ഫ്രൈ രീതിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഞാനിത് എല്ലാ കഷ്ണങ്ങളും ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തതിന് അപ്പം തന്നെ ഇളക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അതിനുശേഷം നന്നായിട്ടൊന്ന് എല്ലാ മസാലയും അതുമ്പോൾ പിടിച്ച് കോട്ടായി അതൊന്ന് ഫ്രൈ ആയി വരുന്ന ഒരു ഷാലോ ഫ്രൈ രീതിയിലായിട്ട് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ. ഈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്താൽ മതി. ഒരു 15 to 20 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്കതൊരു നല്ല ഡീപ്പ് ഫ്രൈ ആവില്ല, എന്നാൽ ഒരു ഷാലോ ഫ്രൈ രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇത് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വെറുതെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഇങ്ങനെ ചേർത്തിട്ട് നമ്മൾ ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വറുത്തത് തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാട്ടോ. എപ്പോഴും ഇങ്ങനെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് കുറച്ച് പീസസ് എടുത്ത് ആദ്യമേ കഴിക്കാറുണ്ട്. അപ്പോൾ ചിക്കൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് അറിയാം ഇങ്ങനെ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ്. വെറുതെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും മാത്രമായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് ചിക്കനൊരു വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഷാലോ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. ഈ സമയത്ത് നമുക്കിത് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഞാനിത് ഇനി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ചിക്കൻ നമ്മൾ ഈ വറുത്തെടുത്ത് വെളിച്ചെണ്ണ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ്, പാനും മാറ്റേണ്ട ആവശ്യമില്ല, ആ വെളിച്ചെണ്ണയും മാറ്റേണ്ട ആവശ്യമില്ല. അതിനകത്ത് തന്നെയാണ് നമ്മൾ ബാക്കി കുക്കിംഗ് പ്രൊസീജിയർ എല്ലാം ചെയ്യുന്നത്. അടി പിടിച്ചതൊന്നും നമ്മൾ കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല. അത് ഉള്ളിയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഇട്ട് വാട്ടി കഴിയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ നമ്മുടെ മസാലയുടെ കൂടെ പോകുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ചെറുതായി ചോപ്പ് ചെയ്തത്, അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ഒരു 3 to 4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും, ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തു അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ. അതുപോലെ തന്നെ ഒരു 3 മീഡിയം സൈസിലുള്ള സബോളയും ഞാനൊന്ന് ചെറുതായിട്ട് കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഈ സമയത്ത് ഇതിനകത്തേക്ക് ആവശ്യമുള്ള സബോളയിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഒരു 10 to 15 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമ്മുടെ സബോള നന്നായിട്ട് വാടി ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു വലിയ തക്കാളി, ഞാനൊരു വലിയ തക്കാളി ചെറുതായിട്ട് കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ തക്കാളി കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി എപ്പോഴും നമ്മൾ പൊടികൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം തക്കാളി നല്ലോണം കുക്കായതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. തക്കാളി അതിനകത്ത് നന്നായി എന്താ പറയുക, നമ്മുടെ കറിയിൽ നന്നായിട്ട്
വെന്ത് ഉടഞ്ഞ് അത് മെൽറ്റാവണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്രേവിയിൽ. അപ്പോഴാണ് നമ്മുടെ ആ കറിയിലേക്ക് നമ്മൾ തക്കാളിയുടെയും സവോളയുടെയും നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഇഞ്ചി പച്ചമുളകിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും ആ കറിക്ക് കേട്ടോ. തക്കാളി ആഡ് ചെയ്ത് അപ്പോൾ തന്നെ നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ സവോളയും തക്കാളിയും എല്ലാം കൂടി നന്നായിട്ട് വഴറ്റി വന്നപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ആവശ്യമുള്ള ബാക്കി പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും പൊടികൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനിയെന്ന് പറയുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ ഈ മസാല ഇതിനകത്ത് കിടന്ന് വെന്ത് നല്ലതായിട്ട് നമ്മുടെ ഇട്ട പൊടികളെല്ലാം മൂത്ത് അതിൻ്റെ ഒരു പച്ചമണമെല്ലാം പോയിട്ട് നല്ലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലേക്ക് വരണം. അപ്പോൾ ഈ സമയത്ത് ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ചിക്കൻ്റെ റോസ്റ്റിന് ഏറ്റവും കൂടുതൽ രുചി കൊടുക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ സമയത്ത് ഈ പൊടികളെല്ലാം കൂടി നമ്മൾ അടച്ച് വെച്ച് നല്ലതായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അതിൻ്റെ എല്ലാ പച്ചമണവും പോയി ആ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വരണം. അപ്പോൾ നമ്മുടെ കറിക്കൊരു എന്താ പറയുക റെഡിഷ് ബ്രൗൺ കളർ വരും. എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചിക്കനും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേനും ഒരു പച്ചമണം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കുക്കായിട്ട് വന്നപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും കൂടി ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ എല്ലാ മസാലയും ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ചിക്കനുമെല്ലാം കോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നല്ലോണം ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ റോസ്റ്റ് അല്ലെങ്കിൽ ചിക്കൻ പെരട്ട് സെറ്റായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മണമാണ് കേട്ടോ ഈ സമയത്ത് ആ ചിക്കൻ റോസ്റ്റിൻ്റെ. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കണം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ചോറും ഈ ഒരു ചിക്കൻ റോസ്റ്റും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ പൊരിച്ചു ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കണം. ചിക്കൻ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ രീതിയിൽ, അതായത് മസാല കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. മസാലയുടെ എല്ലാ പച്ചമണവും പോയിട്ട് അതൊരു ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് ആ മസാല വന്നതിന് ശേഷം മാത്രം ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ഫ്രം എംഫോ ഫുഡി.